പക്ഷെ ഇന്നലെ ഉച്ചയോടുകൂടി ആ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഫീഷ്യലി പുറത്താക്കി എന്ന് അറിയിച്ചിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. അഴിമതി നടത്തിയ ഒരാൾ, അയാളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ മന്ത്രി എന്തിനാണ് ഇത്രത്തോളം റിസ്ക് എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മന്ത്രി അങ്ങനെ റിസ്ക് എടുത്ത് അയാളെ സംരക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ബാക്കി മുഴുവൻ പാർട്ടി, ജില്ലാ ഘടകമാണെങ്കിലും സംസ്ഥാന ഘടകമാണെങ്കിലും അതിനെ എതിരി നിൽക്കാത്തത്. ഇപ്പം ഈ പാർട്ടിയിൽ മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രതികരണശേഷിയുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിന്ന് പ്രവർത്തിക്കും. നമസ്കാരം. CPM-ന് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസ്. പയ്യന്നൂരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ആരോപണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. 2008 മരണപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി രക്തസാക്ഷി ഫണ്ട് സ്വരൂപിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിനോദ് രംഗത്ത് വരികയായിരുന്നു. ചേട്ടാ, വിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടു. അതായത് സമാന രീതിയിൽ പയ്യന്നൂരിൽ നിന്ന് എന്ത് ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് അതേ രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? കാരണം ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ കാണുന്നുണ്ട്, പറയുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട്. അതിപ്പോ കേൾക്കുന്ന ന്യായീകരണങ്ങൾ പലതും പാർട്ടി ബി ജെ പിയുടെ മേയറുമായിട്ടും അതുപോലെ ചില കോർപ്പറേഷൻ ലീഡേഴ്സുമായിട്ടിരിക്കുന്ന ഫോട്ടോകൾ എടുത്ത് BJP-യിൽ നിന്ന് പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് ചേരുകയാണ്. അപ്പം അതിൽ അവരുടെ കാശ് വാങ്ങിയിട്ട് കാണിക്കുന്ന കോപ്രായത്തരങ്ങളാണെന്നുള്ള രീതിയിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയ വലിയൊരു വർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുള്ള ആൾക്കാർക്കുണ്ട്. അപ്പോ ഇതിന്റെ നിജസ്ഥിതി എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ വരെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച് മെമ്പർ, B4 ബ്രാഞ്ചിലെ മെമ്പറാണ്. പക്ഷെ ഇന്നലെ ഉച്ചയോടുകൂടി ആ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഫീഷ്യലി പുറത്താക്കി എന്ന് അറിയിച്ചിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണക്കാരെ പ്രവർത്തകരുടെ ഇടയിൽ വളരെയേറെ വികാരവും വിഷമവും ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ആണ് ഈ വിഷ്ണുവിന്റെ ഫണ്ട് വിവാദം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും പാർട്ടി ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പാർട്ടിക്ക് മാറി വരണമെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് വലിയൊരു കഥ മെനഞ്ഞ് അതിനെ പുറത്താക്കിയ ശേഷം മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ മെനയുന്നത്. അപ്പൊ അത് പക്ഷേ എന്നെ അറിയാവുന്ന, അതല്ലെങ്കിൽ ഈ പാർട്ടി അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് വെറും സ്റ്റോറി മാത്രമാണ്. ഞാൻ ശക്തമായി ഇപ്പോഴും നിൽക്കുന്നു. ജില്ലാ സെക്രട്ടറി പറഞ്ഞ മറുപടിയിൽ, ആ മറുപടിയിൽ തന്നെ രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒന്ന്, മറു കേസ് ചെയ്തപ്പോൾ അതിനകത്ത് അവർക്ക് കൊടുക്കാനായിട്ട് ആ കാശ് സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതൊരിക്കലും അങ്ങനെ ഒരു പാർട്ടി നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു തിരിച്ചൊരു ആക്രമണം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം വരുമ്പോഴത്തേക്ക് അതിനു വേണ്ടിയിട്ട് കാശ് സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ അത് ആക്രമണത്തിന് ആഹ്വാനം നൽകുന്ന ഒരു പരിപാടിയായിപ്പോയി. അതല്ല സംഭവിച്ചതെന്ന് എനിക്കും അതുപോലെ വഞ്ചൂർ പ്രദേശത്തുള്ള മുഴുവൻ പാർട്ടിക്കാർക്കും അറിയാം. ഇത് പലർക്കും പറയാൻ പറ്റാത്തത് കൊണ്ടും അതുപോലെ ഇപ്പോഴും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരുടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരത് പറയാത്തത്. ഇത് ഇപ്പോഴും ശക്തമായി ഞാൻ പറയുന്നു, ആ ആളിനെ സംരക്ഷിക്കാനായിട്ട് എനിക്കതിന്റെ ചേതോപകാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു കുഴപ്പക്കാരൻ, ഒരു അഴിമതി നടത്തിയ ഒരാൾ, അയാളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ മന്ത്രി എന്തിനാണ് ഇത്രത്തോളം റിസ്ക് എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മന്ത്രി അങ്ങനെ റിസ്ക് എടുത്ത് അയാളെ സംരക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ബാക്കി മുഴുവൻ പാർട്ടി, ജില്ലാ ഘടകമാണെങ്കിലും സംസ്ഥാന ഘടകമാണെങ്കിലും അതിനെ എതിരി നിൽക്കാത്തത്. അതിനെ ന്യായീകരിച്ച് ശരിക്കും പാർട്ടി ഒരു വല്ലാത്ത ഘട്ടത്തിലോട്ട് പോകുന്നതും ആ ഒരു തീരുമാനം മാറ്റാത്തത് കൊണ്ട് മാത്രമാണ്. 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ പൈസയിലും ഈ ഫണ്ട് കളക്ട് ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. എനിക്കോ നമ്മുടെ കുടുംബത്തിന് ആർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിൽ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയും 5 ലക്ഷം രൂപ പാർട്ടി ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. ആ പൈസയാണ് 10-15 വർഷത്തിന് ശേഷം അവിടുത്തെ സഹകരണ ബാങ്കിലെ ജീവനക്കാർ പറഞ്ഞു അവിടെ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണെന്ന് കണ്ടെത്തി. അങ്ങനെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയും അതുപോലെ അദ്ദേഹം അത് അംഗീകരിച്ചു, ഞാനത് എടുത്തതാണ്, വകം മാറ്റിയതാണ്, അത്യാവശ്യത്തിന് എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് മറുപടി കത്ത് കൊടുക്കുകയും വിശദീകരണം കത്ത് കൊടുക്കുകയും അത് ആ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും വാർത്തയായതാണ്. അങ്ങനെ തന്നെ വാർത്തയായതാണ്. അല്ലാതെ ഇപ്പോ ഈ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ
മറ്റ് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി വകമാറ്റിയതൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ ന്യൂസുകൾ എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു ആ ന്യൂസ്. അപ്പൊ അതിനെ ന്യായീകരിക്കുന്നത് ഒരു ഒരു വ്യക്തിയല്ല, ഒരു രക്തസാക്ഷി. അതെ 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 അതെ. അല്ല ഇത് അല്ല പൈസ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. 5 ലക്ഷം രൂപ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യണമെന്ന് അറിഞ്ഞു. പക്ഷെ അത് അവിടെ അക്കൗണ്ടിൽ കിടക്കുമ്പോഴത്തേക്കും അമ്മയുടെ പേരിലാണ് അക്കൗണ്ടിൽ ക്യാഷ് കൊടുത്തത്. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി സൂക്ഷിക്കുന്നതാണ്. ഞങ്ങൾക്കൊന്നും ഈ ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, നമുക്ക് താല്പര്യമില്ല, ഈ ഒരു കാശിനും നമുക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പാർട്ടിയല്ലേ, അത്രത്തോളം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഞാനും എന്റെ കുടുംബവും എല്ലാവരും. ഏകദേശം 50 വർഷത്തോളം ഞാൻ പാർട്ടിയിൽ സജീവമായി ബാലസംഘം തൊട്ട് തുടങ്ങിയത്. അപ്പൊ ഇതുവരെ നാളിതുവരെ പാർട്ടിക്കെതിരായിട്ട് ഒരു അനക്കവും ഇപ്പോഴും പാർട്ടി വിശ്വാസം തന്നെയാണ്, അതിനകത്ത് തന്നെയാണ്, ആ ചിന്താഗതി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ ഈ കാണിക്കുന്ന പ്രവൃത്തികൾ, അവരെ ന്യായീകരിക്കാൻ നിൽക്കുന്ന നേതൃത്വം, അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ 100%. അത് എന്റെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞായിരുന്നു, കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ ആ ഒരു മറുപടിയും അവിടുത്തെ വിഷയവും കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പെട്ടെന്ന് എനിക്ക് പ്രചോദനമായത് സംസാരിക്കാനായിട്ട്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ പോലെ വിശ്വസിക്കുന്ന, ഇതിനകത്ത് പാർട്ടിയെ മാത്രം വിശ്വസിച്ച് ജീവിച്ചു മരിക്കുന്നവർ ഒരുപാട് പേര്. അപ്പൊ അവര് എല്ലാവരും ഇത് അറിയണം. അപ്പൊ എന്നിട്ട് അവരിത് ഒന്നുകിൽ അവരിത് ചോദിക്കണം, അതല്ലെങ്കിൽ അവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാറണം. ഇത് ഇങ്ങനെ തുടരുന്നത് ശരിയല്ല. ഒരു വിഭാഗം ആൾക്കാർക്ക് കാശ് കൊള്ളയടിക്കാനായിട്ട്, സ്ഥാനമാനങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വേദിയായിട്ട് അതപ്പതിച്ചു പോരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ തോന്നിയത്. ഇപ്പോ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനം വരാനുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് പാർട്ടിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാണ് ഒരു പ്രതികരണം നടത്തുന്നത്. അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ താങ്കൾക്ക് ഒരു ഭയം ഉണ്ടോ? കാരണം അതേ രീതിയിലൊരു വെളിപ്പെടുത്തലാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. ആ ഭയം തോന്നുന്നില്ല. കാരണം ഞാൻ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് വളരെയേറെ വല്ലാത്ത അപകടാവസ്ഥയിലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം മഞ്ചൂർ പ്രദേശത്തുള്ള ആൾക്കാർ ചെയ്തിരുന്നത്. ഞങ്ങൾ പണ്ട് അവിടെ ഒരു 5-6 പേരേ ഉള്ളൂ. 85, 82, 85 കാലഘട്ടങ്ങളിൽ ലീഡർഷിപ്പിലുണ്ടായിരുന്ന 5-6 പേരാണ്. ഇതിനകത്ത് എല്ലാ ലൈവായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഞാൻ. കടത്തലക്കൽ മോഹൻ, ലാലു ജോസഫ്, പ്രേംസലീം ആയിരുന്നു അന്നത്തെ പാർട്ടിയുടെ അവിടുത്തെ ഏറ്റവും വലിയ സമര നായകൻ. പ്രേംസലീമിന്റെ ലാലു ജോസഫിന്റെയൊക്കെ കീഴിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്, DYPS ആണെങ്കിൽ അല്ലാതെ. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മൾ നേരിട്ടതിന്റെ അത്രത്തോളം ഒന്നും അപകടാവസ്ഥയൊന്നും ഇപ്പോൾ ആ പ്രദേശങ്ങളിലില്ല. പക്ഷെ ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞതുപോലെ ഭയമുണ്ടാന്ന് വെച്ചാൽ ഭയമില്ല. പക്ഷെ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും നേരിടാൻ തയ്യാറായിട്ടുള്ള മനസ്സും അതുപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും. ഞാനിത് പബ്ലിഷ് ചെയ്തതിനു ശേഷം സഖാക്കൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്ന ഒരുപാട് എനിക്ക് അറിയാവുന്നവരും അറിഞ്ഞുകൂടാത്തവരുമായിട്ടുള്ള നിരവധി ആൾക്കാരുടെ മെസ്സേജ് വന്നു. സോഷ്യൽ മീഡിയയിൽ വെറുതെ എഴുതുന്ന ഈ എന്തെങ്കിലും കോപ്രായം വിളിച്ച് പറയുന്ന ആൾക്കാരല്ല, നല്ല സഖാക്കളുടെ, നല്ല സുഹൃത്തുക്കളുടെയും വിഷ്ണുവിന്റെ ഫ്രണ്ട്സിന്റെയും നിരവധി മെസ്സേജുകൾ വന്നു. ചേട്ടൻ കാണിച്ച ആ ഒരു ധീരമായ നടപടി വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ എന്നെ സ്നേഹിക്കുന്ന കുറേയേറെ പാർട്ടി പ്രവർത്തകരുണ്ട്, വിവിധ പാർട്ടിക്കാരുണ്ട്. അത് ഇപ്പോഴത്തെ രാഷ്ട്രീയവും ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. മുമ്പത്തെ രാഷ്ട്രീയം പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അന്യോന്യം സഹായിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു എല്ലാ പാർട്ടിയിലും ഉള്ള ആൾക്കാർ. ആ ബന്ധങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ട് പേടിയുണ്ടോന്ന് വെച്ചാൽ പേടിയില്ല. പക്ഷെ ഏത് തരത്തിലുള്ള എനിക്കിനിയിപ്പോ എന്തായാലും നല്ല ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഇന്നലെ വരെ നല്ല കോംറേഡായിരുന്നു, സഖാവായിരുന്നു എന്നെ കുറിച്ച്. ഇനി അവർക്ക് എന്ത് ആരോപണം വന്നാലും അത് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കളായാലും മറ്റ് നാട്ടുകാർക്കായാലും ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മുമ്പത്തെ കണക്കല്ല, കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ എല്ലാം വളരെ ആക്റ്റീവായതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് പേടിയില്ല. പിന്നെ സജീവമായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുകയല്ലേ, നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ നാടല്ലേ. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇത്രയും വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി സഹോദരനടക്കം മരണപ്പെട്ടു പാർട്ടിക്ക് വേണ്ടിയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാളെ പാർട്ടി ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോഴേക്കും തള്ളി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഗ്രൂപ്പിൽ ഒക്കെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞികൃഷ്ണന്റെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. പാർട്ടിയുമായിട്ട് ഇപ്പോഴും ആ ഒരു വിശ്വാസമുണ്ട്. കാരണം പാർട്ടി കൂടെ ഉണ്ടാകുമെന്നായിരിക്കും, പക്ഷെ ഇത് പറയുമ്പോഴും താങ്കളുടെ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 100% മാറ്റം വന്നിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുമ്പോഴും സഖാവും പറയുന്നത് ഞാൻ ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതിനാണ് പറഞ്ഞത്. നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരിക്കും ജീവിതാവസാനം വരെ.
മരണം വരെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. EMS പണ്ട് ഇതുപോലെ ഏതോ ഒരു അവസ്ഥയിൽ EMS പറഞ്ഞിട്ടുണ്ട്, പാർട്ടി മെമ്പർഷിപ്പ് അല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്റെ മനസ്സിലെ കമ്മ്യൂണിസം ഞാൻ മരിക്കുന്നവരെ എന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ ഇതിപ്പം ഈ പാർട്ടിയിൽ മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രതികരണശേഷിയുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിന്ന് പ്രവർത്തിക്കും. അതൊരിക്കലും ഈ പാർട്ടിയിലാവത്തില്ല. കാരണം ഈ പാർട്ടിയിൽ ഇനി അങ്ങനെ ഒരു നല്ല നാളുകളൊന്നുമില്ല. കോടിയേരി സഖാവ് മരിച്ചതോടുകൂടി അങ്ങനെ നല്ല നേതാക്കന്മാരുടെ ഒരാളും എനിക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു കോമ്രേഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ, ഒരുപാട് ഇപ്പം ഈ തൊടുന്ന കാര്യങ്ങളെല്ലാം നേരെ പൊട്ടത്തരത്തിലേക്ക് പോകുന്ന തരത്തിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ ഇൻസിഡൻസും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഏത് കാര്യത്തിലും മോശപ്പെട്ട അവസ്ഥയിലേക്ക് നിലപാടുകളിലേക്ക് മാറുകയും എന്റെ നേതാവും മന്ത്രിയും എല്ലാവരും പറഞ്ഞു നിലപാട് മാറി, ഞാൻ എന്റെ നിലപാട് മാറ്റി എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആ നിലപാടാണ് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് ബാലസംഘം തൊട്ട് അടുപ്പിച്ചത്. ശക്തമായ നിലപാട്, അചഞ്ചലമായ നിലപാട്, മാറാത്ത നിലപാട്. അപ്പൊ അതുകൊണ്ട് ആ നിലപാട് മാറ്റം ഒരിക്കലും ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഒന്ന്. രണ്ട്, വർഗീയതയുടെ ഏറ്റവും അങ്ങ് അറ്റം നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഏതാണെന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് പലപ്പോഴും ഞങ്ങളുടെ ബ്രാഞ്ച് ലോക്കൽ തലങ്ങളിൽ എല്ലാവരും നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം ഏറ്റവും കൊടും ക്രിമിനൽസ് ആയിട്ടുള്ള മതമേലധ്യക്ഷന്മാരെ സ്വീകരിച്ച് ആനയിച്ച് ആദരിക്കുമ്പോൾ മുറിവേൽക്കുന്നത് ഇതൊന്നും ചിന്തിക്കാതെ നിൽക്കുന്ന പാർട്ടിയുടെ സജീവ വിശ്വാസമുള്ള ആൾക്കാരും അതുപോലെ യാതൊരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരുടെയും മനസ്സാണ്. ആ നോവുന്ന മനസ്സിന് പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പ്രതികരിച്ചപ്പോൾ തന്നെ നിരവധി ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു, മെസ്സേജ് അയച്ച് അടുപ്പം പ്രവർത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഒരിക്കലും പ്രതികരിക്കാൻ പറ്റാത്ത വിശ്വാസം, പേടിയുള്ള ആൾക്കാരുണ്ട്. അവരുടെ പ്രതികരണം വരുന്നത് ഇലക്ഷനിലൂടെയാണ്. നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനെ നിസ്സാരമായിട്ട് കാണരുത്. ഞാനത് ഇതിനു മുമ്പേ തന്നെ എന്റെ പാർട്ടി ഘടകങ്ങളിൽ എന്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞതാണ്, സൂക്ഷിക്കണം, ഇത് BJP അധികാരത്തിൽ വരുമെന്ന്. കാരണം പഴയ കേഡർ പാർട്ടിയുടെ സ്വഭാവത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരായിരുന്നു BJP, വളരെ ലൈവായിട്ട്. അപ്പൊ അതിന്റെ പ്രതികരണമാണ്, അതിന്റെ അംഗീകാരം, ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ. അതുപോലെ അല്ല നിയമസഭാ ഇലക്ഷൻ. പക്ഷെ അതുപോലെ നിയമസഭാ ഇലക്ഷന് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ ഒരു അബദ്ധമായി പോയി എന്ന് ഇന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, 100% വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള പിടിപ്പുകേട് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അത് ബോധ്യപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കമ്മിറ്റി ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ജില്ലാ സെക്രട്ടറി തന്ന മറുപടി, സന്ദർഭോചിത രാഷ്ട്രീയമാണ്, അപ്പൊ നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് സഹായിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. അത് എവിടെ ചെന്നെത്തും നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാം ഇപ്പോ മറ്റേത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും കുഴപ്പമില്ല, ഈ പാർട്ടി എന്ന് പറയുമ്പോൾ അരപ്പട്ടണിക്കാരുടെ പാർട്ടിയാണ്. വിശ്വാസവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ എന്ന് പാളിച്ചു പറ്റുന്നു, അതോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ നിന്നാകുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്റെ ഒരു കാഴ്ചപ്പാടിൽ 100% ഈ പാർട്ടി ഇനി ഈ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് 100% ഉറപ്പിച്ചു പറയാം.